എന്താ വേണ്ടേ? പൈസ മനസ്സിലായില്ല. എന്താ നിനക്ക് കർമ്മം? പിന്നെന്താ നിൽക്കാത്തേ? എന്റെ നാമോദയം നക്ഷത്രം പറഞ്ഞേ. ചിത്തിര നക്ഷത്ര. 3 കിടപ്പ് മുറിയാ നിന്റെ ഭവനത്തിന് അല്ലേ? 3 കിടപ്പ് മുറിയല്ലേ? ഒന്നിനു മുകളിൽ ഒന്നാണോ? 3 കിടപ്പ് മുറിയല്ലേ? ശരിയല്ലേ? കണക്കൊന്നും തെറ്റിയിട്ടില്ല. ഭവനത്തിന്റെ കണക്ക് തെറ്റില്ല. നിന്റെ കണക്ക് തെറ്റിയൊന്നല്ല ചോദിച്ചു. എന്നിട്ട് ശരിയായോ? അപ്പൊ പിന്നെ ഇങ്ങനെ ശരിയാക്കി എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. അതെല്ലാം ശരിയാക്കിയൊന്നു. നിന്റെ ഭവനത്തിന് എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് മാത്രമല്ല ചോദിച്ചുള്ളൂ. ആ പിഴവൊന്ന് തീർക്കാനുള്ള ഉണ്ണിയെ. ഇതാണ് എന്റെ കണക്ക്. നീ ഇതിന്റെ മുകളിൽ എത്ര വേണമെങ്കിലും എനിക്ക് പൊക്കാം. മനസ്സിലായില്ല. അതിന്റെ ഉള്ളിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ എന്റെ രൂപത്തിന്റെ കണക്ക് വെച്ചിട്ട് വേണം കാര്യം പ്രവർത്തിക്കാൻ. മനസ്സിലായില്ല നിനക്ക് ഞാൻ പറഞ്ഞത്? ഇതാണ് നിന്റെ ഭവനത്തിന്റെ തറക്കണക്ക്. ആ തറക്കണക്കിന് വ്യത്യാസം ഉണ്ടോ? ഈ സ്ഥാനം കൊണ്ട് തരിപ്പ് വേവലാതിയാർക്കാ ഭവനത്തില്? ഓരോ അങ്കുലങ്ങളും കുത്തി വേദനയുണ്ടാ? എന്തെങ്കിലും കുത്തി ഇറക്കുന്ന പോലെ വേദന ഉണ്ടോ? വീർപ്പ് മുട്ടലുണ്ട് ആ ഭവനത്തില്? കയറി ചെന്ന് കയറുമ്പോ ഒരു ഉറക്കക്കുറവുണ്ടാ? അന്നം കേടുവരുണ്ടാ? അന്നം കേടുവരുന്നു. അന്നം പാചകം ചെയ്ത കേടുവരാ. മനസ്സിലാവണ്ട. അതുപോലെ തന്നെ ചാറുള്ള കറികൾ എന്തായിക്കോട്ടെ, മറ്റായിക്കോട്ടെ, മാംസമായിക്കോട്ടെ, ഇറക്കി വെച്ച് ഇത്തിരി നേരം കഴിയുമ്പോ നീര് തെളിഞ്ഞു നിൽക്കൂ. വീണിട്ടുണ്ട് അവിടെ ആരെങ്കിലും ആ ഭവനത്തില്? നിങ്ങളുടെ കൂടെ ആരാ നന്നാക്കണേ? അതാരാ? പിതാവ് തന്നെയല്ലേ? പിതാവല്ലേ ജ്യേഷ്ഠസ്ഥാനത്ത് വരുമ്പോ? അതിനെല്ലാം ഞാൻ ചോദിച്ചുള്ളൂ. നിന്റെ പിതാവാണെന്നല്ല ഞാൻ പറഞ്ഞു. പിതാവിന്റെ സ്ഥാനല്ലേന്നാ ചോദിച്ചുള്ളൂ. ശരിയല്ലേ? ആ ഭവനന്റെ കണക്ക് തിട്ടപ്പെടുത്തുന്നു. നല്ല തച്ചനായിരിക്കും. ഇതുപോലെ ആലയം വെട്ടിപ്പണീനെ തച്ചനായിരിക്കും. അല്ലാത്ത തച്ചനൊന്നും പറ്റില്ല. നീ അല്ലാത്ത തച്ചനെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം ഉണ്ടായി? അടുക്കളയില് പൊട്ടുണ്ടാ? വടക്ക് കിഴക്ക് മൂല പൊട്ടിയിട്ടുണ്ടാ? ഭിത്തി അടുക്കളയിൽ പൊട്ടുണ്ടോ? മനസ്സിലായ? അത് തന്നെ ഞാനും പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്തോ. നല്ല തച്ചൻ ഇതുപോലെ ആരെയും വെട്ടിപ്പണിന്ന് തച്ചനെ കൊണ്ടുവന്ന് നിന്റെ ഭവനത്തിന്റെ കണക്ക് തീർക്കും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്താ വേണ്ടേ? അല്ലാണ്ട് നീ എന്തോരൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഒരു കാര്യമില്ല. മനസ്സിലായില്ല? കടല് കൊണ്ട് മണ്ണിട്ട നികക്കൂ. ഇല്ല, വീട്ടിലുള്ള കുഴി നികത്താം അല്ലേ? കടലിൽ നികത്താൻ പറ്റും. നീ എത്ര അവിടെ കൊണ്ടുവന്ന് വെച്ചാലും അടുത്ത ദിവസം സമാധാനം ഉണ്ടാ? തല്ലൂട്ടണ്ട. പിണിയാളര് നീയായിട്ട് തല്ലൂട്ടണ്ടോന്ന്? അപ്പൊ തല്ലൂട്ടം കൂടി എന്തുണ്ടാവും? രണ്ടും 2 വഴിക്ക് പോവോ? പോയിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. പോവാൻ ഒരുങ്ങിയ? അല്ല, പോവാൻ ഒരുങ്ങിയോന്ന് മനസ്സിലായില്ല. നിങ്ങളുടെ കൂടെയുള്ള സഹവാസം മതി, ഞാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടാ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇനി അങ്ങനെ പറയണ? അപ്പൊ ഇതൊന്നും തീർത്തിട്ട് വഴി ഞാൻ ഉണ്ടായി. അളവ് കറക്റ്റാണല്ലോ. നിന്റെ ഭവനത്തിന്റെ കണക്ക് നീയാ നോക്കണ്ട, ഞാൻ നോക്കില്ല. എനിക്ക് വിദ്യയില്ല. എന്നാ കണക്കിൽ എന്റെ അപ്പുറത്ത് വേറൊരു കാര്യമില്ല. എന്റെ വെള്ളി കണക്ക് കൂട്ടി ഞാൻ വാങ്ങിക്കും പോലെ ഒരു ഉപകരണത്തിനും പറ്റില്ല കണക്ക് കൂട്ടി വാങ്ങിക്കാൻ. ഞാൻ അതിന്റെ അപ്പുറത്തും കണക്ക് കൂട്ടും. 30-35 ആണ്ടക്കൂട് കാലം വരെ എനിക്ക് തരാനുള്ള വെള്ളി ഉണ്ടെങ്കിൽ അത് കണക്ക്. ആ പൈസ കുറയാതെ കണ്ട് കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ഒരേ ഒരു കരു ഞാനാ. നല്ലതും ഞാനാ, പൊട്ടയും ഞാനാ. മനസ്സിലായി? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാഷയിലേക്ക് തന്നെ പറഞ്ഞു, നീ പണിയെടുത്തോ അതിന്റെ കൂലി നീ വാങ്ങിച്ചു. എന്നോട് പറയാൻ വരാൻ പാടില്ല. മനസ്സിലായില്ല? നീ വെല്ലുമ്പേലെ അതിന്റെ വല്യക്കൂലി കിട്ടണ്ടേ? നിന്റെ കൂടെ നിൽക്കുന്ന ഉണ്ണികൾക്ക് വല്യക്കൂലി കൊടുക്കണ്ടേ? ശരിയല്ലേ? നിനക്ക് കർമ്മ ഉണ്ടായി ആ വെള്ളി കൊണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് കൊടുക്കാണ്ടെന്ന് അവര് നാളെ വരുമോ നിന്റെ കൂടെ? ഇല്ലല്ലോ. ശരിയല്ലേ? അപ്പൊ ഇതൊന്ന് തീർത്തോ. ഇതുപോലെ ആലയം കണക്ക് നെല്ലട തട്ടാതെ കണ്ട് വെട്ടി കുറ്റി വെക്കുന്ന തച്ചനെ കൊണ്ടുപോകും. എന്നിട്ട് ഇന്ന ഭാഗത്ത് കണക്ക് പോയി കെടുക്കാം. നട്ട കണക്കില എത്ര കിട്ടിയാലും അവിടെ തികയില്ല.